നീയാണോടാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തലവൻ? ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ നീ കോമഡി ജനതാ പാർട്ടിയാക്കിയല്ലോ എന്നൊക്കെയുള്ള ട്രോളുകളാണ്, അതായത് ഹിന്ദി ട്രോളുകളാണ് ഇപ്പോൾ ട്വിറ്ററിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. AC മുറിക്കകത്ത് നിന്ന് പുറത്തിറങ്ങില്ല, ഒരു തൂമ്പ പോലും കൈകൊണ്ടെടുത്തിട്ടില്ല. പോരാത്തതിന് ബുക്ക് വായിക്കുന്ന ശീലം പണ്ട് മുതലേ ഇല്ല. ആകെ അറിയാവുന്നത് കുറച്ച് ഇന്ത്യ വിരുദ്ധതയും രാജ്യവിരുദ്ധതയും, പിന്നെ പണിയെടുക്കാതെ, അതായത് വേർപ്പിൻ്റെ അസുഖമുണ്ട്, കുഞ്ഞിന് ഒരു ഇല പോലും കമത്തിയിട്ടുള്ള ശീലമില്ല, അങ്ങനെയുള്ള ചില കുത്തിത്തിരിപ്പുകളും മാത്രമാണ്. അങ്ങനെ ഇരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങി ഇന്ത്യയിലേക്ക് പോയാലോ എന്ന് മുൻ ആം ആദ്മി പാർട്ടി നേതാവും കൂടെ ആയിട്ടുള്ള അഭിജിത് ദീപ്കയ്ക്ക് തോന്നിയത്. ധ്രുവ് റാത്തിയുടെ വലിയ റിസർച്ച് സംഘം, ആം ആദ്മി പാർട്ടിയുടെ വലിയ ഒരു റിസർച്ച് സംഘം, അതിൻ്റെ തലവനായി അഭിജിത് ദീപ്കെ വരുന്നു. ആർക്കും സംശയമൊന്നുമില്ല. അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി അഭിജിത് ദീപ്കെ നാട്ടിലേക്ക് എത്തുന്നു. നാട്ടിലേക്ക് എത്തിയ ശേഷം പോലീസ് ഈ പരിപാടിക്ക്, ജന്തർ മന്ദറിലെ പരിപാടിക്ക് അനുമതി നൽകുന്നില്ല. വലിയൊരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. പക്ഷേ സമയമായപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പോലീസ് അനുമതി കൊടുത്തു. ആ പോലീസ് അനുമതി കൊടുത്ത വേദിയിലേക്ക് പോലീസ് അഭിജിത് ദീപ്കെ ആനയിച്ചു കൊണ്ടുവന്നു. പക്ഷേ അഭിജിത് ദീപ്കയ്ക്ക് അവിടെ തുടരാൻ സാധിച്ചില്ല. കാരണം AC മുറി, അതായത് ശീതീകരിച്ച മുറിയിൽ മാത്രം ഇരുന്ന് ശീലിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ കണാകുണ ഇടുന്ന അഭിജിത്ത് ദീപ്കയ്ക്ക് ഒരു കാര്യം തെറ്റിപ്പോയി. അതായത് തെരുവുകളിൽ ഇറങ്ങി ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ സ്വല്പം വേർക്കും. ചൂട് താങ്ങാൻ വയ്യാതെ അഭിജിത്ത് ദീപ്കെ, കാരവാനാണെങ്കിൽ ഇല്ലതാനും, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, ചൂട് താങ്ങാനാവാതെ ഓടിപ്പോയി കാറിനകത്തിൽ നിന്നിട്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യൂ, ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുന്ന അഭിജിത്ത് ദീപ്കയാണ് പിന്നെ കാണാനായിട്ട് സാധിച്ചത്. സോഷ്യൽ മീഡിയ മുഴുവൻ ചിരിച്ച് മറിയുകയാണ് ഈ പാറ്റ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ AC കാറിൽ നിന്ന് അഭിജിത്ത് ദീപ്കെ പുറത്തിറങ്ങിയോ എന്തോ എന്നാണ് നാട്ടുകാർ മുഴുവൻ അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.